ഹായ് ഗൈസ്, എല്ലാവർക്കും M4 മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. 4-5 ലാംഗ്വേജസിലുള്ള മൂവീസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. വെബ്സൈറ്റിൻ്റെ സഹായമില്ലാതെ തന്നെ ഒരു ആപ്ലിക്കേഷൻ മുഖാന്തരം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് 2 ആപ്ലിക്കേഷൻസാണ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളത്. ഒന്ന് Movdroidഉം മറ്റൊന്ന് uTorrentഉം. അപ്പോൾ ഈ 2 ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 2 ലിങ്ക് Movdroidൻ്റെയും തേർഡ് ലിങ്ക് uTorrentൻ്റെയാണ്. ആദ്യം നിങ്ങൾ ആ 2 ആപ്ലിക്കേഷൻസും ഡൗൺലോഡ് ചെയ്യുക. ശേഷം Movdroid എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങൾ uTorrent ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അത് ഡോണ്ട് ഷോ അഗെയിൻ ക്ലിക്ക് ചെയ്ത് തന്നെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ലഭിക്കുക. ഇതിൽ ഏതൊക്കെ കാറ്റഗറീസിലുള്ള മൂവീസ് അവൈലബിൾ ആണെന്ന് കാണിക്കുന്ന ഒരു ഇൻ്റർഫേസാണിത്. ഇതിൽ വേറെ ഓപ്ഷൻസും ഉണ്ട്. ഇതിൽ നമുക്കിപ്പോൾ നോക്കുന്നത് മലയാളം മൂവീസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ടോറൻറ്റ് വഴിയാണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അതിനായി uTorrent എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് ലാംഗ്വേജിലുള്ള മൂവീസാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മലയാളം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ടോറൻറ്റ് മൂവീസുകൾ 2017 to 2018 വരെയുള്ള മൂവീസുകൾ നമുക്ക് ഇതിൽ ലഭിക്കുന്നതാണ്. ഒരേ മൂവി തന്നെ 2 സൈസിൽ നമുക്ക് ലഭിക്കുന്നതാണ്. 400 MB സൈസിലുണ്ട്, 700 MB സൈസിലുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അത് നമ്മൾ ഏതെങ്കിലും ജസ്റ്റ് ഒരു മൂവിയിൽ സെലക്ട് ചെയ്യുക. ആ 400 MB താഴത്ത് കൊടുത്തിട്ടുണ്ട് ഏതാണ് അതിൻ്റെ സൈസ് എന്നുള്ളത്. അപ്പോൾ 400 MB ഞാൻ സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. uTorrent എന്നുള്ള ആപ്ലിക്കേഷൻസിലേക്കാണ് ഇത് റീഡയറക്റ്റ് ആയി പോവുക. അപ്പോൾ തന്നെ അതിൽ ഡൗൺലോഡ് സ്റ്റാർട്ട് ആവുന്നുണ്ടാവും. നെറ്റ് കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്ത മൂവി ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്കിത് പ്ലേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക.